DTC ഒന്നുമില്ല. ആ ഏരിയയിലെല്ലാം ഇപ്പം വലിയ ഇത് ബിൽഡിംഗ് വേറെ അവർക്ക് എത്ര വലിയ ബിൽഡിങ്സുകൾ ഉണ്ടായിരുന്നു അറിയാം, എത്ര പിന്നെ ഹോസ്റ്റലുകൾ ഉണ്ടായിരുന്നു. ഭാസ്കറിനെ പിന്നെ അവിടെ നിന്ന് അതിനുശേഷം ഞാൻ പിന്നെ കണ്ടിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് ഭാസ്കറിനെ വരുമ്പോ റിട്ടയർ ആയിരുന്നു. അല്ല, നമ്മൾ അങ്ങനെയൊക്കെ അവനെ നോക്കിയത്. കുട്ടമത്ത് ഹൗസ് ജിയോ ചിറ്റാരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ട്രൈ ചെയ്ത് കിട്ടിയില്ല. അത് നമുക്ക് സങ്കടം പതിയില്ല. പൽപ്പനാണ് പൽപ്പന് നമ്മളിപ്പോ ഇവൻ പൽപ്പന്റെ മോന്റെ കല്യാണത്തിന് നമ്മളെല്ലാവരും കൂട്ടുപറമ്പിൽ തന്നെ അവൻ താമസം. പക്ഷെ ഒരു പ്രാവശ്യം അടക്കം ചെയ്തു. ഒന്നും ചെയ്യില്ല. അവനറിയില്ല, അവനൊരു MRC കോംപ്ലക്സ് ആയതുകൊണ്ടാണ് ആ ഒരു ലെവലിലേക്ക്. അല്ലാതെ പിന്നെ എല്ലാവരും ഒരു റീസൺ ഉണ്ടല്ലോ. നമ്മളെല്ലാരും പോയില്ലേ? നമ്മളെല്ലാരും പോയില്ലേ? ഞാൻ മോഹനം ഒരുപാട് പ്രദീപനെ കൂട്ടിയത്. ഞാനാണ് നമ്മുടെ വണ്ടിയില് എന്നിട്ട് നമ്മള് അവരുടെ ഇതായിട്ട് നമുക്കൊരു ഗവൺമെന്റ് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ പോലും നമ്മള് പോയിട്ട് അവരുടെ ഇതായിട്ട് നമ്മള് പരിചയപ്പെട്ടു, സംസാരിച്ചു. അവര് മൺ വയ്ക്കുന്നത് ഹിന്ദിക്കാറ്റ് വിചാരിക്കുന്നല്ല, ഹിന്ദിക്കാറ്റായിരുന്നു. നമ്മള് ഇൻലോസുമായിട്ട് സംസാരിച്ച് നമ്മള് പഴയ 40 കൊല്ലം 45 45 കൊല്ലം മുമ്പുള്ള പിന്നെ അവര് ആവശ്യപ്പെട്ടു. 45 കൊല്ലമുള്ള പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഉണ്ടെന്നല്ല. പിന്നെ നമുക്ക് പുള്ളിക്ക് ഇടയ്ക്കൊരു കാര്യം എന്തോ വിളിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഞാൻ 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ഡിസ്റ്റൻസ് അത്ര എടുക്കാം. ഇപ്പൊ താമസിക്കുന്നത് പഴയ നേരത്തിനാ താമസിക്കുന്നത്. ഇവിടെ ലീവില് വന്നെയായിരുന്നു, പിന്നെ പോയിട്ടില്ല. ഭയങ്കര പോയിട്ടില്ല. അങ്ങനെ ഒരു വല്ലാതെ ഒരു ആൻസൈറ്റി. ചിക്കൻ മസാല അങ്ങനൊക്കെ പറയാം. നമുക്ക് അതിന്റെ ഒരു സമയമല്ല. അഷ്റഫ, ഇത് കഴിഞ്ഞിട്ട് എൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് മെഡിസിൻ തരുന്നില്ല അവര് ഒരു കൊല്ലത്തേക്ക്? മെഡിസിൻസ് തരുന്നില്ല, കണ്ടിന്യൂസ് കഴിക്കണം. ഒരു വർഷത്തേക്ക് കഴിച്ചിരുന്നോ? ഞാൻ കഴിച്ചിരുന്നു. അത് കഴിക്കണം, അത് ഒഴിവാക്കണം. ബ്ലഡ് തിന്നാവുന്നത് ആസ്പിരിൻ ടാബ്ലറ്റ്സ് ആസ്പിരിൻ ഒഴിവാക്കേ പാടില്ല. പിന്നെ ഞാൻ കൊളസ്ട്രോളിന്റെ ഒക്കെ ഞാൻ തന്നെ കുറച്ച് കഴിക്കും. എനിക്കത് 20 ഞാനിപ്പോ 10 കഴിക്കും. ചിലപ്പോ ഞാൻ 2 ഡേയ്സിൽ 10 കഴിക്കും. ഇങ്ങനെയൊക്കെ കഴിക്കും. പിന്നെ രാവിലെ കഴിക്കുന്ന കോൺകോൾഡ് മാത്രമേ അവര് പിന്നെ ഹാർട്ട് സ്റ്റേബിൾ ആക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ ആദ്യം 5 വയസ്സ് തന്നെ അത് ഞാൻ തന്നെ 2.5 ആക്കിയപ്പോ ഞാൻ 1.25. ഞാൻ ചോദിച്ചൊന്നുമില്ലല്ലോ, ഞാൻ തന്നെ അങ്ങനെ. നമുക്കറിയാലോ നമ്മളെ ബോഡിയിലെ അറിയാലോ, അങ്ങനെ കഴിക്കും. അപ്പൊ അവിടുത്തെ നാഗർകോവിലിലെ ചെറിയ മെഡിസിൻ എടുക്കുന്നു. അത് വളരെ നല്ലതാണ്. നമുക്ക് എന്താ പറയാ, കൊളസ്ട്രോളിൽ പറയുന്നുണ്ട് സാധനം അരിഞ്ഞു പോകാനുള്ള ഹെർബ്സ് എന്ത് കഴിച്ചാലും നല്ലത് തന്നെ. വയറ്റിൽ പ്രോബ്ലം ഇല്ലെങ്കിൽ ഇതൊക്കെ എസിഡിറ്റി ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ സാധനം പിടിക്കില്ല. അപ്പൊ ഞാൻ ഇടക്കിടക്ക് ഇപ്പൊ ഞങ്ങൾ ഓരോരുത്തർ പറയുന്ന മാതിരി കഴിക്കുന്നു. എല്ലാം നല്ല തന്നെ സാധനം. വെളുത്തുള്ളി, ഇഞ്ചി,
പിന്നെ ചെറുനാരങ്ങ, ആപ്പിൾ സിഡാർ വിനീഗർ, തേന് കൂട്ടിയിട്ട് ഇതെല്ലാം ബാബു ഇതെല്ലാം മുമ്പേ കഴിക്കണം. ആ. നമ്മളിത് വന്നിട്ട് കഴിച്ചാലൊന്നും അനങ്ങൂല. നമ്മളിപ്പോ കൊറോണ വരുമ്പോ ഇതും വെള്ളം ഇട്ട് കുടിക്കും, അതിനൊന്നും കാര്യമില്ല. ഇത് മുമ്പേ കഴിച്ചിട്ട് ഇപ്പം ശരിയാക്കണം നമ്മൾ. ഇപ്പം എല്ലാവരും ഇപ്പൊ അവരവരുടെ ലോകത്തെ പറ്റി പറഞ്ഞല്ലോ. എനക്കൊരു കാര്യം പറയാനില്ല. അതായത് 72 വയസ്സ്. 72 വയസ്സിന്റെ വയസ്സാണെങ്കിൽ ഞാൻ സീനിയറാണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് കഴിഞ്ഞ 40 വർഷത്തോളമായിട്ട് നിരന്തരം ഒരു 4 കിലോമീറ്റർ നടക്കും. 4 കിലോമീറ്റർ നടക്കും. തിരിച്ചു വന്ന് ഈ ബാബു പറഞ്ഞ പോലെ ഈ വെളുത്തുള്ളി ഒരു അര ഔൺസ് പാലെടുത്തിട്ട് അതിൽ തിളപ്പിച്ചിട്ട് ഞാൻ കഴിക്കും നടന്നു വന്നതിന് ശേഷം. അതിനുശേഷം ഇത് നടന്നു വന്നിട്ട് പിന്നെ കുറച്ച് ടൈം കിട്ടുമ്പോൾ കുറച്ച് സമയം യോഗ ചെയ്യും. അത് യോഗയിൽ നമ്മുടെ പ്രായത്തിനനുസരിച്ച് യോഗയെ ചെയ്യാറുള്ളൂ. പിന്നെ പ്രാണായാമം, അതിൽ 3 തരം പ്രാണായാമം 3 തരത്തിൽ ഞാൻ ചെയ്യാറുണ്ട്. ഒന്ന് അനുലോമ വിലോമ പ്രാണായാമം, രണ്ടാമത് ശീതളി പ്രാണായാമം, മൂന്നാമത് ഭ്രാമറി പ്രാണായാമം. ഇത് 3 ചെയ്യും. അതിനു മുമ്പായിട്ട് കുറച്ച് ഇതിൻ്റെ ബേസിക്കൽ എക്സസൈസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ തടിയെല്ലാം മെലിഞ്ഞിട്ട് കാണുമ്പോൾ ഇങ്ങനെയാണ്. എന്നാൽ ഇന്ന് വരെ ഞാനൊരു ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നില്ല. ഒരു പ്രാവശ്യം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൂടാ, ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ വെച്ചാൽ ശബരിമലക്ക് പോയ സമയത്ത് പല ദിക്കുന്ന വെള്ളം അന്ന് ഒരു 74 അവരാണ്, അല്ല 84 അടുത്ത് അവിടെ നിന്ന് ഇവിടുത്തെ വെള്ളം ഇവിടെ അമീബായിക്ക് ഡിസെൻട്രി വന്നു. അങ്ങനെ ഒരു കോഴ്സ് മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒന്ന് ചെയ്തതാണ് എൻ്റെ ഒരു ലങ്സിന് ചെറിയൊരു ഇൻഫെക്ഷൻ വന്ന സമയത്ത് പൾമണോളജി ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഒരു ഒറ്റ ദിവസം KMCയിൽ കിടന്നിട്ടുണ്ട്. അത് മാത്രമേ എനിക്ക് ഈ ഹോസ്പിറ്റലൈസ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളൂ. ഞാൻ കുറേ വർഷമായിട്ട് വെജിറ്റേറിയൻ ആണ്. വെജിറ്റേറിയൻ മാത്രമല്ല, ഉച്ചക്ക് മാത്രമേ അരിയാഹാരം കഴിക്കാറുള്ളൂ. രാവിലെ റാഗി പൊടി നമ്മൾ കുറുക്കാക്കി കുട്ടികൾക്കെല്ലാം കൊടുക്കുന്ന കുറുക്കാക്കുന്ന പോലെ ആക്കിയിട്ട് അതിൽ 2-3 ഡേറ്റ്സും കുറച്ച് ബദാമും ഇട്ട് കഴിക്കും. അത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 11 മണിക്ക് നമുക്കൊരു വിശപ്പായിട്ട് വരുള്ളൂ. അതുപോലെ ഒരു ചായ വേണം, എനിക്കൊരു ചായ വേണം. പിന്നെ ഒരു മിനിറ്റ്. അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. അതെ, ഭക്ഷണം തന്നെയാണ് ഇതിന്റെ പ്രധാനം. ലൈഫ് സ്റ്റൈൽ. അതെ, അത് ചെയ്യാൻ പറ്റില്ല, എല്ലാവർക്കും അതങ്ങനെ ചെയ്യാൻ പറ്റില്ല. വേണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ദിനചര്യ. അതുകൊണ്ട് ആയിരിക്കാം ഒരുപക്ഷെ ദൈവത്തിന്റെ ഒരു കടാക്ഷം കൂടി ആയിരിക്കാം. അമേരിക്കൻ അവരുണ്ടാക്കിയൊരു മാനദണ്ഡം ഡോക്ടേഴ്സ് പണ്ട് ഇവിടുത്തെ നമ്മൾ പറഞ്ഞു കേട്ടത് ഇവിടുത്തെ ഷുഗർ ലെവല് 120 അതിപ്പോ മാറിയില്ലേ? മാറി ഇപ്പൊ 80-ലെത്തി. അപ്പൊ നോക്കുമ്പോ അന്ന് ഇവിടെ രോഗികളില്ല. 130 പറയുമ്പോ അന്ന് രോഗികളില്ല. അപ്പം ഇന്ത്യ വലിയൊരു മാർക്കറ്റാണ് രോഗത്തിന്. അപ്പൊ അത് 100 ആക്കി 90 ആക്കി 80 ആക്കുമ്പോ അവർക്ക് മിനിമം കണക്ക്. ഇതാണ് നമ്മുടെ മംഗലാപുരത്തുള്ള ആ ഡോക്ടർ പറഞ്ഞുകൊണ്ടേ നമ്മൾ തന്നെയാണ് നമ്മുടെ ഒറ്റ കാര്യം. ഈ കൊറോണ വന്നപ്പോ ഈ രോഗികളുടെ ആസ്പത്രി വാങ്ങി കിടക്കുന്ന എല്ലാം ആരും ഹോസ്പിറ്റലിൽ പോകുന്നില്ല, ഒന്നുമില്ല. പണ്ട് പുരുഷത്തിലുള്ള പറഞ്ഞ പോലെ എന്താ ഈ ഭാഗത്ത് രോഗികളെ ഇല്ല. പിന്നെ നമ്മളെ വീട്ടിലെ ആഭരണവും കാര്യങ്ങളും ഡ്രസ്സെല്ലാം ഡോക്ടറെ കാണിക്കാൻ പുറത്തു പോകാനുള്ള കാര്യത്തിൽ കുറെ രോഗികളായിട്ട് അഭിനയിച്ചിട്ട് കടവേനുമ്പോൾ പിന്നെ ഒരു ഭാഗത്ത് രോഗം എന്ന് വെച്ചാൽ അത്യാവശ്യം പെയിൻ തലവേദന ഉണ്ടാവും. പിന്നെയുള്ള രോഗം എന്ന് പറഞ്ഞാൽ അതിന് ചികിത്സയൊന്നുമില്ല, അത് കുറച്ചുണ്ടാവില്ല. അത് നമ്മൾ തന്നെ വെറീഡായിട്ട് നമ്മൾ തന്നെ രോഗികളായി മാറുമെന്നാണ് പറയാ. ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതായി ഒന്നും പറഞ്ഞ പോലെ 32-ാമത്തെ വയസ്സിലായിട്ട് ഞാൻ
മരുന്ന് കൊടുക്കും, BP മരുന്ന് കൊടുക്കാൻ തുടങ്ങിയാണ്. പക്ഷെ ഭക്ഷണത്തിന് ഒരു കൺട്രോളും ഇല്ല. ഷുഗറും ഉണ്ട്. എനിക്ക് ഇപ്പം ഫാസ്റ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ 130, 140, 154 ഉണ്ടാവും. ഞാൻ ഭക്ഷണത്തിന്റെ ഒരു കൺട്രോൾ ഇല്ല. ഗുളികയും കുടിക്കും, മരുന്ന് കഴിക്കും. പലതും നമ്മളെ സ്കൂളിൽ കഴിക്കാണ്ട് അങ്ങനെ കൺട്രോൾ ഭക്ഷണത്തെക്കാളും പ്രാധാന്യം മരുന്ന് കൊടുത്ത് കഴിക്കണം. ഭക്ഷണം കഴിക്കണം, പക്ഷെ മരുന്ന് കഴിക്കണം. നമ്മള് മരുന്ന് കഴിക്കാൻ തുടങ്ങിയത് 63 വയസ്സ് കഴിഞ്ഞിട്ടാണ്. ഞാൻ അതുവരെ എനിക്ക് പരിചയം കൺട്രോൾ ഞാൻ കഴിച്ചില്ല. ഇത് വെറുതെ ചെക്ക് ചെയ്യാൻ പോയി, പിന്നെ 2 കണ്ട് ആഴ്ച മരുന്ന് കഴിക്കാൻ തുടങ്ങി. ഒന്ന് നമ്മള് ഗൾഫിലുണ്ടായെന്ന് പറഞ്ഞാല് ഭക്ഷണം ടൈമിനില്ല. ലേറ്റ് നൈറ്റില് ഫുഡ് കഴിക്കും. അത് ഇതുപോലെ ഹെവി ഈ നോണും പിന്നെ കപ്സയും ഇതൊക്കെ രാത്രി, അത് രാത്രി എപ്പോഴാ കഴിക്കുന്നത്? ഫുഡ് ഹാബിറ്റ് എപ്പോഴാ കഴിക്കുന്നത്? മിഡ് നൈറ്റില്. ഇപ്പൊ ഞാന് ഇപ്പൊ ഷിഫ്റ്റ് ആയിരുന്നു എനിക്ക്. അപ്പം 2 to 10 വരുമ്പോ എന്ന് പറഞ്ഞാല് വീട്ടിലെത്തുമ്പോൾ 11 മണിയാവും. അല്ലെങ്കിൽ അവിടെ നിന്ന് കഴിക്കുന്നതാണെങ്കിലും 10 മണിയാവും. കുറച്ച് മുമ്പേ കഴിക്കുക. നമ്മൾ ഇതായിട്ട് ദഹിക്കുക. അത് മാത്രമല്ല, നമ്മള് കഴിക്കുന്നത് ഇപ്പൊ കഴിച്ചാൽ നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്ന എല്ലാ അഡൾട്ടേഡ് ഐറ്റംസ് ആണ്. ഇപ്പൊ നമ്മൾ ഇതൊക്കെ പറയും, ഞാനീ പറയുകയും നമ്മൾ വീട്ടിൽ പോയിട്ട് കിട്ടുന്ന സാധനം വാങ്ങുകയും ചെയ്യും. വിശ്വസിച്ചിട്ട് എണ്ണ വാങ്ങാൻ പറ്റില്ല, വിശ്വസിച്ചിട്ട് ചായപ്പൊടി വാങ്ങാൻ പറ്റില്ല, വിശ്വസിച്ചിട്ട് സൺഫ്ലവർ ഓയിൽ വാങ്ങാൻ പറ്റുന്നില്ല. എണ്ണക്കുരുവിനേക്കാൾ ചീപ്പായിട്ടാണ് എണ്ണ വെച്ചത്. അപ്പൊ രാജീവ് നമ്മുടെ മോഹനില്ലേ, ബ്രാൻഡ് റൈസ് ബ്രാൻഡ് ഒരു ലിറ്റർ റൈസ് ബ്രാൻ ഓയിൽ ഉണ്ടാക്കി എത്ര തവിട് വേണം? കുറച്ച് മിക്സ് ആക്കും. ഗ്രൂപ്പായിട്ട് എടുക്കാം. നല്ല നമുക്ക് എടുക്കാം. ബ്യൂട്ടിഫുൾ ഫോട്ടോ എടുക്കാം. അതിന് വേണ്ട ഇതിലൊക്കെ നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞു, നമ്മള് ഇയാളെ പറ്റി പറഞ്ഞില്ലേ? അല്ല, രാജമാഷ് കണ്ടീഷൻ മറ്റേ സ്ഥിതി വളരെ മോശം. നമ്മള് രാജമാഷ് ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശശിമാഷെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പൊ ശശിമാഷക്ക് ശരിക്കും അറിയാം രാജമാഷ കണ്ടീഷൻ. രാജമാഷ് ഇപ്പം ജോലി ചെയ്തിട്ട് തരുന്നുണ്ടെങ്കിലും സർവീസ് ഉണ്ടെങ്കിലും പുള്ളി ഇന്ന് എന്തോ ഒരു ചെറിയ ജോലി എടുത്തിട്ട് ആണ് ജീവിക്കുന്നത്. ലോണ്ടറി ലിസ്റ്റ് ഇല്ലാന്ന്. അത് കാരണം നമ്മൾ പുള്ളിനെ കാണുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് വരെ അയാള് കാണാൻ അതെല്ലാം കടത്തിലായിപ്പോയി. പുള്ളി എന്തോ ഒരു ഇതില് കൊന്നക്ക് വേണ്ടി എന്തോ ഒരു ഇത് എടുത്തിട്ട് ആ ശശിമാഷക്ക് അറിയാം. അപ്പൊ ശശിമാഷ് പറഞ്ഞ് നിങ്ങൾ എന്ത് കാണാൻ ശ്രമിച്ചാലും അയാള് സമ്മതിക്കില്ല. അപ്പം പിന്നെ നമ്മളിപ്പം ചോദിച്ചു, ഈ മാസം നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് രാജമാഷ കാണാൻ, രാജമാഷ ഇന്ന് കാണുന്നില്ല. പക്ഷെ അയാള് നിങ്ങൾക്ക് മുഖം തരുകയില്ല, അയാൾ സംസാരിക്കില്ല. ശശിമാഷായിട്ട് കണ്ടിട്ടുണ്ടെന്ന് പോയിട്ടുണ്ടെന്ന് അത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു അതാണ്, അങ്ങനെ അയാൾക്കൊരു എംബ്രാസിങ് നമ്മള് പോയിട്ട് കണ്ടിട്ട് പിന്നെ ഒരു എംബ്രാസിങ് സിറ്റുവേഷൻ ഉണ്ടാക്കണോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ വേണ്ട. പിന്നെ അയാൾക്ക് തീരെ അതൊരു ഈ ആൾക്കാർ കാണുന്നൊരു സന്തോഷം ഇല്ലാത്ത കാര്യമാണെങ്കിൽ നമ്മളെ കാണാതിരിക്കുന്നത്. ചെയ്യില്ലെന്ന് പറഞ്ഞു. പുള്ളി ആ ഒരു സിറ്റുവേഷനിലല്ലെന്ന് പറഞ്ഞു. അത് കാരണം നമ്മൾ രാജമാഷ കാണാന്ന് അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ചെയ്യാൻ കൊല്ലത്താന്ന് എല്ലാം പറ്റും. വേറെ വുഡ്സ് എല്ലാം മറ്റേ ശശിമാഷക്ക് അറിയാം. പെൻഷനുണ്ട്, പക്ഷെ പെൻഷൻ എല്ലാം എന്തോ ഒരു ഇതാണ്. ലോൺ
അല്ല അതല്ല, അങ്ങനെയല്ല. അത് കൊടുക്കണ്ടേ ബാങ്കിന്റെ പൈസ കൊടുത്തു തീർക്കണ്ടേ ലോൺ ഇപ്പൊ പെൻഷൻ ആയാലും പിന്നെ ബാങ്കിന്റെ രക്ഷയൊന്നുമില്ല. അത് നമ്മളെ പെൻഷൻ ആയാലും അതിന്റെ അകത്ത് അല്ല അയാൾ എന്തോ നിങ്ങൾക്ക് വേണ്ടിട്ടോ നിങ്ങൾക്ക് വേണ്ടിട്ടോ അങ്ങനെ ആ അല്ല അയാളിപ്പോ നമുക്കിപ്പോ 50 വയസ്സിന് മുകളിലുണ്ടാവില്ലേ? 50 വയസ്സുണ്ടാവും. അതല്ലേ ഇനിയിപ്പോ എന്ത് ജോലി ചെയ്യുന്ന നമുക്ക് എന്നെ പണിയെടുക്കാൻ പറ്റുന്നു. 20 വയസ്സായി 20 ആവുന്നു നമുക്ക് തന്നെ. അന്നായിട്ട് നമ്മുടെ ഇവിടുത്തെ പ്രത്യേകിച്ചോ ഉണ്ടാവില്ലേ? ടീച്ചറായിട്ട് വരുമ്പോ ഉണ്ടാവില്ലേ? നമ്മള് ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം വണ്ടി ചോദിച്ചു അതൊക്കെ പുള്ളി പറഞ്ഞിങ്ങനെയാണ്. അപ്പൊ പിന്നെ നമ്മള് വൃദ്ധസദനല്ല, പിന്നെ ഈ വയസ്സായവർക്ക് താമസിക്കുന്ന ഒരു അക്കോമഡേഷൻ ഒരു ഇതാണ്. ഒരു ചെറിയ ഫ്ലാറ്റ്സ് ഇതുപോലെയാണ്, ചെറിയ ചെറിയ പിന്നെ വീടുകൾ പോലെയാണ്. അപ്പൊ അതിന്റെ ഒരു സംഘടന ഇല്ല. അപ്പൊ ഇവര് രണ്ടുപേരും അതിന്റെ കെയർ ടേക്കേഴ്സ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ആ കെയർ ടേക്കറായിട്ട്. അപ്പൊ ഇവർ രണ്ടുപേരും ഇപ്പൊ പ്രിൻസിപ്പാളിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നു. ഇപ്പൊ പുള്ളി ഇതൊക്കെ നോക്കിയാ നടത്താം. ഇതില് കണ്ടമാനം മറ്റേ ഇതുണ്ട്, വർക്കേഴ്സ് ഉണ്ട്, പിന്നെ ഓരോ വീട്ടില് ചെയ്യാനുള്ള അതിന്റെ എല്ലാ കാര്യങ്ങളും ഇവർ രണ്ടുപേരും വേറെ. അപ്പൊ തിരുവനന്തപുരം അപ്പൊ ഞാൻ പിന്നെ ശശിയോട് പ്രത്യേകം പറയാൻ, ശശി ആ തിരുവനന്തപുരത്ത് പോയ സമയത്ത് ഏതായാലും ഇങ്ങനെയൊന്നും തിരയാൻ പറ്റൂല. അതുകൊണ്ട് പിന്നെ കൊടുക്കാതില്ല. അവിടെ പുള്ളിക്ക് പഴയ കാര്യങ്ങളും കുറെ പിന്നെ പണ്ട് മുസ്തഫ പിന്നെ പാട്ട് പാടിയതും എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഇത് വന്നതും അല്ലേ ഒരു 5-6 മാസമല്ലേ ക്ലാസ് നമ്മളെ സ്റ്റാർട്ടിങ് അയാള് പോയപ്പോഴാണ് ശശിമഠ വന്നത്. ആര് പോയപ്പോഴും രാജപാട്ട രാജമാഷ് ഈ ഗ്രൂപ്പിലും നമുക്ക് നമുക്ക് ശശി രാജമാഷ ഇല്ല ഞമ്മളൊന്നല്ലേ നമ്മൾ രണ്ടുണ്ടായിരുന്നു. രാവിലെ 7 മുതലുള്ളതും പിന്നെ 9 കാരണം സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയറിൽ നമ്മൾ 2 വർഷം രാവിലെ 7 മണിക്ക് വന്നു. നിങ്ങൾ രണ്ടാമത്തെ കൊല്ലേ വന്നിട്ടു. നിങ്ങൾ 2 വർഷവും 7 മണിക്ക് ഞാനെപ്പോഴും അതെന്താ പറ്റിയെന്ന് വെച്ചാല് നമ്മളെ ബാച്ചായിരുന്നു ആദ്യമായിട്ട് 2 ഇയർ കോഴ്സ്. അതുവരെ 1 ഇയർ ആയിരുന്നു. അപ്പം ഈ 2 ഇയർ കോഴ്സ് ആകുമ്പോ 2 പിന്നെ ബാച്ചിന് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരു ബാച്ച് അറിയില്ല. കാരണം ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചതിൽ കോഴിക്കോടാ. അവിടുത്തെ കൾച്ചർ വളരെ ഏർലി മോർണിംഗ് പുറപ്പെടും. പക്ഷെ ഇവിടെ എത്തുമ്പോൾ എപ്പോഴും 7 മണിക്ക് തുടങ്ങുള്ളൂ. 6 മണിക്ക് 6 മണിക്ക് ബസ്സില്ല. ആ ബസ്സിലാണ് പിന്നെ 7-ാം മൈലെത്തും ബസ്. സ്വർണ്ണ ബസ്സിലെ വെച്ചു 7-ാം മൈലെത്തും നമ്മള് ഒരു ബാച്ചിൽ 12 പേരൊക്കെ ഉണ്ടായിരുന്നു. ജയന്തി അല്ലേ? ജയന്തി ടെക്സ്റ്റൈൽസിന്റെ അല്ല ഈ ബാച്ച് അയ്യോ അല്ലേ? അതിന്റെ ഓപ്പോസിറ്റ് ടേബിൾ ഉണ്ടാകുന്നത് അത് ചന്ദ്രമോഹൻ സെക്കൻഡ് ഇയർ നമ്മളല്ലോ ഒന്ന് വിജയ ബാബു പിന്നെ കൃഷ്ണൻ ജയരാജനെപ്പോഴും ചോദിക്കുന്നേ
ഈ പോളിന് എങ്ങനെയാണ് എയർഫോഴ്സിന്റെ അടുത്ത് ഈ പോളിന് എങ്ങനെ എയർഫോഴ്സിന്റെ അടുത്ത് പ്രാർത്ഥിക്കാനാണ് ജഗജില്ല കാണാനും നല്ല മൊഴിന് വളരെ സൗമ്യമായി വർഷം പറയുന്നത് പുള്ളി പഴയ കടപ്പടിയിലാ പറയാ പഴയങ്ങടിയല്ലേ? പിന്നെ കൃഷി കാർത്തികേയനും മറ്റേ ശ്രീധരൻ നമ്മളെ ബന്ധുവായിട്ടില്ലേ നമ്മള് ആ കൂട്ടത്തിൽ സാറുമാർ ആരെങ്കിലുമില്ല ട്രീറ്റ്മെന്റിൽ അയാളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇപ്പോഴും ഇത് മറ്റേ മുട്ടയാ അല്ല നമ്മള് മാത്രമേ അവിടെ ഷീറ്റ് മെറ്റലും കാർപ്പൻട്രിയും ഇലക്ട്രിക്കലും എല്ലാം അലൈൻ ചെയ്തുകൊണ്ട് വേറെ ആരും ഉണ്ടാവില്ല നമ്മൾ ഫുള്ളല്ല ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഒരു മെലിഞ്ഞിങ്ങനെ അവരുടെ ഭാര്യയൊക്കെ രണ്ടാമത് കല്യാണം കഴിക്കും അതിനോടുകൂടി അയാൾ ജോലി ടീച്ചറെ കല്യാണം കഴിച്ചത് പിന്നെ ഓട്ടോമൊബൈലിന്റെ മോശം ഓട്ടോമൊബൈലിന്റെ മോശമായി ഇങ്ങനെ ഒരു പാട്ട് പാടിയ MRTയിലെ ശശിമാഷ് 90 ഡിഗ്രിയല്ലോ ഉയർത്തിയാലോ വീട് ശ്രീനിവാസ മാഷ് പറയുന്നു അതിൽ 90 ഡിഗ്രിയല്ലോ ഉയർത്തിയ രോഹിണി രോഹിണി മാഷ് പുറകെ വന്നിങ്ങനെ നിൽക്കുക ഇതാന്നല്ല ഇതൊക്കെ ഞാൻ സുധാരണമായിട്ട് നമ്മുടെ ഫെസ്റ്റിവലിന് ജയിച്ച മുമ്പിൽ ഒരു പാറയുണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക ഉച്ചക്ക് 3 മണിക്ക് അപ്പൊ ശ്രീനിവാസൻ മാഷ് ഇങ്ങനെ വരിക എന്താണ് ഒന്നുമില്ലേ ഒന്നുമില്ല എനിക്ക് സംഭവിച്ചടിച്ച് പിടിക്കാത്ത മഹാഭാഗ്യ അങ്ങനെ മണ്ണിനെ താണ്ടി കൊണ്ടുവരുമല്ലോ വീട്ടിലെ വിളിക്കണ്ട റേഷൻ തീർന്നാണ്ടി കൊടുക്കല് വീട്ടിനെ വിളിക്കാത്തോണ്ട് ഇല്ല ഒരാഴ്ച കൊണ്ട് മാഷ് ചില സമയം മാഷ പെങ്ങള് ഡോക്ടറാണ് ആ റൂമില് ഞാൻ ഇപ്രാവശ്യം എടുത്തു വെക്കും പള്ളിപ്പോലെ റൂമില് സാധനം എടുത്തു വെക്കും എന്നിട്ട് ചാവി വെച്ച് പറയും പോടാ ആടെ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ പഠിക്കുന്നുണ്ടോ? മെഡിക്കൽ കോളേജിൽ സമരത്തിന് മാഷ പെങ്ങള് മുമ്പിൽ വീട്ടിൽ ഫോട്ടോ ഉണ്ട് എന്തൊക്കെ നമ്മളോട് പറയുന്നത് നമ്മൾ പോളിടെക്നിക്കിലുള്ള ഒരു ഫോട്ടോസ് പോയിട്ട് ഒരു ഫ്രിഡ്ജ് റിപ്പയർ ചെയ്ത് ആരെങ്കിലും ഉണ്ടായിരുന്നു പോളിയിലെ സ്റ്റുഡൻസ് ഐടിയിലെ ഒരു സാറ വീട്ടില് റിഫ്രഷ് തന്നാന്ന് പഠിച്ചിട്ടില്ല ആകെ കമ്പൾസറി 4 അതറിയില്ല അത് നമ്മള് അതെല്ലാം കേട്ട് കേൾവി മാത്രമല്ലേ ഉള്ളൂ നമ്മൾ ആ സമയത്ത് അപ്പുറത്തെ ശാന്തി ഇതെല്ലാം എന്തെന്ന് പറയുന്നു വെറുതെ എന്തെല്ലോ വായി തോന്നിയ പറയാ സംഭവം സമരത്തിന്റെ ഉദ്യമം പോലെ നമ്മൾ സമരത്തിട്ട് ക്യാബിൻ ഉണ്ടാക്കിയില്ല പക്ഷെങ്കില് നമ്മളെ ക്യാബിന് മാത്രമല്ല നമ്മള് MRT ഇലക്ട്രോണിക്സ് പോലത്തെ ചെറിയൊരു ഗ്രൂപ്പാണ് നമ്മള് എന്നാൽ നമുക്ക് ഒരു കാലം മൊത്തം അലോട്ട് ചെയ്യിപ്പിച്ചു നമ്മള് ആരും ലാസ്റ്റ് ആരും അയിമക്കുണ്ടായിരുന്നു അവരെയും കൂടി
മാറിയില്ലേ നമ്മൾ മാറും എന്ന് പറഞ്ഞു. അഴിമതിക്കാരെയും കൂടി മാറ്റിയാലേ നമ്മൾ മാറുന്നു പറഞ്ഞു. എന്നിട്ട് ആ കാലം ഫുള്ള് നമുക്ക് പക്ഷെ ആ കണക്കിന് അതൊന്നും ഒരു പവറല്ലേ. ഇന്നത്തെ ഇന്ന് നോക്കുമ്പോൾ നമുക്കത് ഒരു സംഭവിക്കാത്ത എന്നിട്ട് അത് ചെയ്തിട്ട് അതിനകത്ത് നമ്മളൊരു ക്യാബിനറ്റ് ഉണ്ടാക്കി ഇഷ്ടിയും മറ്റേ പക്ഷെ നെക്സ്റ്റ് ഇയറില്ല അതിന്റെ അടുത്ത ബാച്ച് ഒരു പഠിച്ചു ഒരു എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവൻ പറയുന്ന ശ്രീനിവാസ മാഷെ പോലെ ഇത്രയൊരു സ്ട്രിക്റ്റ് അനങ്ങാൻ പറ്റില്ല. ഈ പറയുന്ന ഇതേ അല്ല അവര് ഈ ശ്രീനിവാസ മുഖം അവര് കണ്ടിട്ടേ ഇല്ല. നമ്മൾ വെള്ളമടിയോ അല്ലെങ്കിൽ കൂടെ ഇരുന്നോ ആവശ്യപ്പെട്ടു. അവന് ഞാൻ മറ്റേ ഇതില് നമ്മളെ IT വെറ്ററൻസിൽ ഉണ്ണികൃഷ്ണൻ ചെയ്യുന്നതാണ്. അവൻ നമ്മളെ ജൂനിയർ സെക്കൻഡ് ഇയർ ഇതില് നമ്മളെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ജോലി നമ്മള് ഇന്നത്തെ നമ്മളെ IT വെറ്ററൻസ് ആരൊക്കെ വരാൻ ചാൻസ് ഉണ്ടായിരുന്നോ? നമ്മള് മറ്റേ ഗ്രൂപ്പിൽ നമ്മളിപ്പോ ഇന്ന് നമ്മൾ ഇവിടെ കൂടിയില്ല കൂട്ടത്തിൽ അവരെല്ലാം ഒരു ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരും ഉണ്ടായിരുന്നോ? എന്നോട് ചോദിച്ചില്ല. നമ്മള് വെറ്ററൻസുകാരെല്ലാം നമുക്ക് ഭാവിയിൽ ഒന്ന് വേണമെന്നെല്ലാം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പിന്നെ വിളിക്കാം. നമ്മൾ ഇന്നത്തെ ഇത് കഴിയട്ടെ ഞാൻ ചിന്തിച്ചിരുന്നു. അല്ല നമ്മളിൽ ഇപ്പൊ റെഗുലറായിട്ട് ചെയ്യുന്ന ഒന്ന് രാജേഷും സജിത്തും പിന്നെ ലൈല, ഇത്ര പേരെ ഇതില് റെഗുലറായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നുള്ളൂ, റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. ലൈല സ്ഥലത്തില്ല അല്ലെ? അല്ല ഞാൻ കൃഷ്ണനോട് ചോദിച്ചു. കൃഷ്ണൻ എന്നാ പിന്നെ നമ്മള് ജൂനിയർ ഞാൻ പറഞ്ഞു ശശിയാണ് അഡ്മിന്, ഞാൻ എന്റെ നമ്പർ ശശിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ശശി ആഡ് ചെയ്യണം. ശശി പോയില്ലല്ലോ അവരെ വീട്ടിൽ പോയി കഴിഞ്ഞ വർഷം. അറിയുന്നില്ല ഗ്രൂപ്പ് ഉണ്ടോന്ന് അറിയില്ലല്ലോ. എന്റെ നമ്പറാണ്. അല്ല നോക്കി മനസ്സിലാവും. ആദ്യം ഉണ്ടായിരുന്നു. ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ